സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരി ഓം. സർവേശ്വരൻ സർവാന്തര്യാമി രൂപേണ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ ഇവിടെയുള്ള കൂടിയ എല്ലാ ഭാഗവത പ്രേമികളുടെയും സന്യാസി ശ്രേഷ്ഠരുടെയും ആചാര്യ പരമ്പരയുടെയും എല്ലാവരുടെയും പാദങ്ങളിൽ എൻ്റെ ഭക്തിപരമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിലെ രാമാവതാരം എന്ന വിഷയം, രാമനും കൃഷ്ണനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അതടക്കം സംസാരിക്കണം എന്നാണ് നിർദ്ദേശം. അത് കഴിയുന്നതും ചുരുങ്ങിയ സമയമേ ഉള്ളൂ, എങ്കിലും അതിന് ശ്രമിക്കാം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. രാമാവതാരം ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ 10ഉം 11ഉം അധ്യായങ്ങളിൽ വളരെ ചുരുങ്ങിയ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീരാമനെ പറ്റി പറയണമെങ്കിൽ വാൽമീകി രാമായണം തന്നെ നമുക്ക് നോക്കേണ്ടി വരും. കാരണം വാൽമീകി മഹർഷി ആദികവിയായ വാൽമീകി മഹർഷി രാമനെ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് രാമൻ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നത്. രാമാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഭട്ടതിരിപ്പാട് വിലയിരുത്തുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ്. സ്വയം മർത്യാവതാരസ്തവഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർ നിരാഗസ്ത്യജനമഭി ഭവേത് കാമധർമാതിസക്യ നോചേ സ്വാത്മാനുഭൂതി കുനിതവ മനസ്സോ വിക്രിയാ ചക്രവാണി സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിതാപാൻ. അതായത് ഈ ധർമാചരണത്തിൽ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കാനിടവരുമെന്നും അവയെ എങ്ങനെ സധൈര്യം നേരിടാൻ സാധിക്കുമെന്നും തെളിയിക്കുന്നതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം. ആദികവി രാമനെ ഒരു ആദർശ പുരുഷനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ മൂർത്തിയായി അവതരിപ്പിക്കുമ്പോൾ തന്നെ രാമൻ എല്ലാറ്റിനും മാതൃകയാണെന്നാണ് പറയുക. മാതൃകാ പുത്രൻ, മാതൃകാ സഹോദരൻ, മാതൃകാ ഭർത്താവ്, മാതൃകാ പുത്രൻ, മാതൃകാ രാജാവ്, അങ്ങനെ മാതൃകാ ശത്രു എന്നുവരെ പറയാം എന്നാണ് രാമനെ പറ്റി പറയുക. മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ നേരിട്ടാലും അവയൊക്കെ എങ്ങനെ നേരിടാം എന്നുള്ളത് ആണ് ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം. രാമശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ സർവേഷു രമതേ ഇതി രാമഃ എന്നാണ്. എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് രാമശബ്ദത്തിൻ്റെ അർത്ഥം.
അവതാരത്തിന്റെ ലക്ഷ്യം ഇവിടെ, ഉദ്ദേശം ഇവിടെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പറയാം, ധർമ്മത്തിന് കോട്ടവും ഗ്ലാനിയും അധർമ്മത്തിന് അഭിഭവവും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുമ്പോൾ താൻ അവതരിക്കുമെന്ന് ഉള്ള ഭഗവാന്റെ പ്രഖ്യാപനമുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് അഭിഭവം, അധർമ്മം അഭിഭവം ചെയ്യുക ധർമ്മത്തെ. അതായത് ധർമ്മം നശിക്കുക എന്നുള്ളതല്ല, ധർമ്മത്തിന് അധർമ്മം അഭിഭവം, ധർമ്മത്തെ കീഴടക്കുക എന്നുള്ള നിലയിലാണ്. ഒരു ഗ്ലാനി മാത്രം, ഒരു ഗ്ലാനി മങ്ങൽ സംഭവിക്കുമ്പോൾ താൻ അവതരിക്കുമെന്നാണ്. അതിൽ നോക്കിയാൽ ഇപ്പോൾ ഒരു ഭഗവതവതാരത്തിന്റെ ആവശ്യമൊന്നും ഇപ്പോഴില്ല. കാരണം ഇപ്പം ധർമ്മം നല്ല നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഭാഗവത സത്രം തന്നെ. ഇവിടെ ഈ ശ്രീമദ് ഭാഗവത സത്രം കഴിഞ്ഞ 9 വർഷമായി നടന്നു വരുന്നു. ഭാഗവതത്തിലെ കഥകൾ, ഭാഗവതം ഒരു മൃതസഞ്ജീവിനിയാണെന്ന് പറയാം. സർവവേദാന്തസാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയാണ്. ആ ഭാഗവതം ഇവിടെ കഴിഞ്ഞ 9 വർഷമായി ഈ തത്വസമീക്ഷാ സത്രത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ പുണ്യമേറിയ മറ്റൊരു പാവന കർമ്മം നമുക്ക് മറ്റെവിടെയും ദർശിക്കാൻ കഴിയുകയില്ല. രാമാവതാരത്തെ പറ്റി ഈ ഒരു മർത്യാവതാരസ്ഥിഹ മർത്യശിക്ഷണം രക്ഷോപധായൈവന കേവലം വിഭോ കുതോന്യദാസ്യ ദ്രമതസ്വ ആത്മന സീതാഗതാനി വ്യസനാൻ ഈശ്വരസ്യ എന്നാണ്. അതായത് മനുഷ്യ ജീവിതത്തിൽ വരുന്ന ദുർഘടഘട്ടങ്ങൾ എങ്ങനെ ധൈര്യപൂർവ്വം എങ്ങനെ അവയെ തരണം ചെയ്യാമെന്ന് രാമന്റെ ജീവിതത്തിൽ രാമൻ സ്വജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ഒരു ദിവസം വൈകുന്നേരം പറഞ്ഞു, നാളെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടും എന്ന്. അച്ഛൻ്റെ തീരുമാനം ശിരസാ വഹിക്കാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സന്നദ്ധനാവണം. ഒന്നും പറഞ്ഞില്ല. നാളെ യുവരാജാവാക്കാം, യുവരാജാവായി ഒരുങ്ങിക്കൊള്ളണം എന്ന് തലേ ദിവസം വൈകുന്നേരമാണ് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ പറയുന്നതോ വനത്തിലേക്ക് പോകണമെന്ന്. 14 വർഷം വനത്തിൽ താമസിക്കണം എന്നാണ് പറയുന്നത്. അതും വളരെ യാതൊരു ദുഃഖവുമില്ലാതെ വളരെ വളരെ സന്തോഷത്തോടുകൂടി അച്ഛൻ്റെ ആ വാക്ക് പാലിക്കാൻ ഉത്തമനായ പുത്രനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ന് പറയാണ്. ഭഗവാൻ ഒരുങ്ങുന്നു. യസ് സത്യഭാഷ പരിവീത പിതൃനിദേശം ത്രൈണസ്യജാഭിശിരസ ജഗൃഹേ സഭാര്യ രാജ്യം ശ്രിയ പ്രണയിന സുഹൃദോ നിവാസം ത്യക്വായയൗ വനം അസൂൻ ഇവ മുക്തസംഗ എന്നാണ് പറയുന്നത്, ഭാഗവതത്തിൽ പറയുന്നത്. അതായത് അച്ഛൻ്റെ സ്ത്രീജിതനാണെങ്കിലും, ദശരഥ മഹാരാജാവിനെ പറ്റി നല്ല അഭിപ്രായമല്ല, സ്ത്രീജിതനാണെങ്കിലും അച്ഛൻ്റെ നിർദ്ദേശം, അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ രാമൻ തയ്യാറാകുന്നു. രാമന്റെ ത്യാഗസന്നദ്ധത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. രാമൻ തൻ്റെ അമ്മയോട് പറയുന്നത്, അമ്മേ രശ്മി ചന്ദ്രാദപേയത്വ ഹിമവാൻ വാ ഹിമം ത്യജേത് അതീതോ സാഗരോ വേലം ന പ്രതിജ്ഞാമഹം പിതു. അമ്മേ, എനിക്ക് കാട്ടിൽ പോകുന്നതിന് അശേഷം മടിയില്ല. ഒരുപക്ഷെ ചന്ദ്രന്റെ ശോഭ പോയേക്കാം, സാഗരം കരയെ വിഴുങ്ങിയേക്കാം, എങ്കിലും ഞാൻ അച്ഛൻ്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്ത് ത്യാഗം അനുഭവിക്കാൻ, എല്ലാവരെയും ഉപേക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ് അമ്മയോട് പറയുന്നത്. രാമോ ദുർനാമഭാഷിത. രാമന് 2 വാക്കില്ല. രാമന് 2 വാക്കില്ല. അങ്ങനെ തൻ്റെ സഹോദരനായ ഭരതന് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മുറുമുറുപ്പും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അമ്മ തനിക്ക് തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, അമ്മയ്ക്ക് തന്നോടാണ് കൂടുതൽ സ്നേഹം എന്ന് വരെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസത്തിനൊരുങ്ങുന്നത്. അവതാര ലക്ഷ്യമാണെങ്കിലും ഒരു കുടുംബം, ആ നല്ലൊരു കുടുംബത്തിൽ നല്ല സൗഹാർദ്ദത്തിന് ഇതിലും
മികച്ച മറ്റൊരു ഉദാഹരണം നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. രാമന്റെ പിന്നാറ്റ് അതുപോലെ തന്നെ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഈ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം മൊത്തത്തിൽ പറഞ്ഞാൽ രാമായണത്തിൽ 3 കുടുംബങ്ങളുടെ കഥയാണ്. അയോധ്യയിലൊരു കുടുംബം, കിഷ്കിന്ധയിലൊരു കുടുംബം, ലങ്കയിലൊരു കുടുംബം. ഇതിൽ അയോധ്യയിലെ കുടുംബമാണ് നാം മാതൃകയാക്കേണ്ടത്. സഹോദരന്മാർ തമ്മിലുള്ള ഈ ഉത്തമ ബന്ധം. ജ്യേഷ്ഠൻ വനത്തിൽ പോയപ്പോൾ രാജ്യാധികാരം തനിക്ക് ലഭിച്ചെങ്കിലും അത് സ്വീകരിക്കാൻ ഭരതൻ സഹോദര സ്നേഹമുള്ള ഭരതൻ കൂട്ടാക്കുന്നില്ല. ജ്യേഷ്ഠനാണ് ഇവിടുത്തെ രാജാവ്, ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരവാസികളോടൊക്കെ നമുക്ക് ജ്യേഷ്ഠനെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി എല്ലാവരും പുരവാസികളും അമ്മയും എല്ലാമ്മമാരും ഒക്കെ ചേർന്ന് കാട്ടിൽ പോയി ശ്രീരാമനോട് അപേക്ഷിച്ചു, തിരികെ വരണം, അയോധ്യയിലെ രാജാവാകണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ അത് സ്വീകരിക്കുന്നില്ല. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ നമ്മുടെ രണ്ടുപേരും ബാധ്യതപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരതനെ തിരികെ അയക്കുകയാണ്. അങ്ങനെ ഭരതൻ ശരിക്കും ആ ജ്യേഷ്ഠന്റെ ആ നിർദ്ദേശത്തിന് ഒടുവിൽ വഴങ്ങുകയാണ്. വളരെയധികം വാദിച്ചു നോക്കിയെങ്കിലും ഒടുവിൽ നിവൃത്തിയില്ല എന്ന് കണ്ട് ജ്യേഷ്ഠന്റെ പ്രതിനിധി എന്ന നിലയിൽ ജ്യേഷ്ഠന്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് അയോധ്യയിലെ ഭരണം ഒരു കെയർടേക്കർ ആയിക്കൊണ്ട് ഭരതൻ നിർവഹിക്കുകയാണ്. ശരിക്കും ഭരതന്റെ ഭരണമൊക്കെ വളരെ ശ്രേഷ്ഠമായിരുന്നു. വളരെ നല്ല നിലയിൽ യാതൊരു വിധത്തിലുള്ള രാജകീയ സുഖഭോഗങ്ങളും അനുഭവിക്കാതെയാണ് ഭരതൻ രാജ്യം ഭരിച്ചത്. അത് രാമന് തന്നെ അറിയാം. രാമന് തന്നെ പൂർണ്ണമായും തൻ്റെ സഹോദരന്റെ ഹൃദയം അറിഞ്ഞ ആളായിരുന്നു രാമൻ. അത് ഒടുവിൽ ബോധ്യപ്പെടുന്നുണ്ട്. ഒടുവിൽ രാവണവധം കഴിഞ്ഞ് സീതയെ സ്വീകരിച്ച് കഴിഞ്ഞ് അവിടെ വിഭീഷണൻ കിഷ്കിന്ധയിലെ തൻ്റെ അഭിഷേകവും മറ്റും അഭിഷേക ചടങ്ങുകളൊക്കെ അതിലൊക്കെ പങ്കെടുത്ത് കുറച്ചൊക്കെ വിശ്രമിച്ച് പോന്നാ മതി എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയോ? ഭഗവാൻ രാമചന്ദ്രൻ, എൻ്റെ സഹോദരൻ ഭരതൻ ഞാൻ നാളെ അവിടെ എത്തുന്നില്ലെങ്കിൽ തൻ്റെ ശരീരം അഗ്നിക്ക് സമർപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നാണ്. നാളെയാണ് 14 വർഷം തികയുന്നത് എന്ന്. അതുകൊണ്ട് നാളെ അവിടെ എത്തണം. അതിനെന്താണ് ഉപായം? എനിക്ക് അല്ലാതെ അനുജനോടുകൂടി ഒഴിഞ്ഞ സുഖഭോഗങ്ങൾ അനുജനോടുകൂടി ചേർന്നേ അനുഭവിക്കൂ എന്ന് നിർബന്ധ ബുദ്ധി ഭഗവാൻ കാണിച്ചിരുന്നു എന്ന് പറയാണ്. ആ സഹോദര സ്നേഹം എല്ലാ നിലയിലും ഭഗവാൻ മാതൃകയായിരുന്നു എന്ന് പറയാണ്. ഉത്തമനായ പുത്രൻ, ഉത്തമനായ ഭർത്താവ്, ഉത്തമനായ സഹോദരൻ, ഉത്തമനായ രാജാവ്. രാജാധർമ്മത്തിലും അതുപോലെ തന്നെയാണ്. ഈ ഒടുവിലായി ശത്രു രംഗത്ത് പോയി യുദ്ധരംഗത്ത് പോലും ഭഗവാൻ മാതൃകയായിരുന്നു. രാവണനെ കൊല്ലാനാണ് ഭഗവാന്റെ അവതാരം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ രാവണനെ കൊല്ലാൻ മാത്രമല്ല, ധർമ്മം എങ്ങനെ ആചരിക്കാം, ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടാണ്, എംബോഡിമെന്റ് ഓഫ് ധർമ്മ ആയിട്ടാണ് ആദികവി രാമനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ധർമ്മത്തിന് 4 പാദങ്ങളുണ്ട്. 4 പാദങ്ങളാണ് ധർമ്മത്തിന്: സത്യം, തപസ്, ശൗചം, ദയ. ഇത് 4ഉം ശ്രീരാമചന്ദ്രൻ തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്നു. സത്യം, തപസ്, ശൗചം, ദയ. ഈ 4 സത്യധർമ്മത്തിന്റെ പാദങ്ങളും പൂർണ്ണമായും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതം ഉണ്ടായത്. ശ്രീരാമചന്ദ്രൻ വളരെ കാലം ഒടുവിലായി തൻ്റെ പത്നിയെപ്പറ്റി ആക്ഷേപം വന്നു. ആക്ഷേപം വന്നപ്പോൾ ആ പറഞ്ഞ ആളെ കുറ്റപ്പെടുത്തുകയോ അയാളെ നിഷ്കാസനം ചെയ്യുകയോ അല്ല ചെയ്തത്. ഒരാളുടെ അഭിപ്രായത്തിന് പോലും ഭഗവാൻ വില കൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ ജനാധിപത്യ യുഗത്തിൽ എന്താണ് സ്ഥിതി? 49 പേർ എതിർത്താലും 51 പേർ അനുകൂലമാണെങ്കിൽ അവർക്ക് ഏത് അധർമ്മവും കാട്ടാം. ഇവിടെ ഇപ്പം അതാണ് സ്ഥിതി, അല്ലേ? 49 പേർ എതിർത്താലും 51 ആൾ ഇങ്ങേ ഭാഗത്തുണ്ടെങ്കിൽ അവർക്ക് എന്ത് അന്യായവും ചെയ്യാം. ആ നിലയിലാണ് ഇന്നിവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ശരിക്കും ശ്രീരാമചന്ദ്രന്റെ ഭരണം മാതൃകാ ഭരണമായിരുന്നു എന്ന് പറയാണ്. ഒരു വ്യക്തി അഭിപ്രായത്തിന്റെ ഭാര്യയെപ്പറ്റി ദൂഷണം, ആക്ഷേപം പറഞ്ഞപ്പോൾ
ഭഗവാൻ അതിനെ പരിഗണിച്ചു എന്ന് പറയാണ്. അങ്ങനെയാണ് സീതാപരിത്യാഗം ദുഃഖത്തോടു കൂടിയാണ് ഭഗവാൻ ചെയ്തത്. പലർക്കും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഭഗവാൻ ഉപേക്ഷിക്കാൻ പാടുണ്ടായിരുന്നു എന്ന്. ഉപേക്ഷിച്ചതിൽ ഒരു തെറ്റുമില്ല, ഉപേക്ഷിച്ചിട്ടില്ല. വാസ്തവത്തിന് വാൽമീകിയുടെ ആശ്രമപ്രാന്തത്തിൽ സീതാദേവിയെ സുരക്ഷിതമായി, ഗർഭിണിയായ സീതാദേവിയെ, പതിവ്രതാരത്നമായ തന്റെ പത്നിയെ ദുഃഖത്തോടുകൂടി ഭഗവാൻ വാൽമീകി മഹർഷിയുടെ സംരക്ഷണത്തിൽ എത്തിക്കുകയാണ്. അതിനുശേഷം 13,000 വർഷം ശ്രീരാമചന്ദ്രൻ ബ്രഹ്മചാരിയായിട്ടാണ് ജീവിക്കുന്നത് എന്നാ പറയുന്നത്. 13,000 വർഷം ബ്രഹ്മചാരിയായി ജീവിച്ചു എന്ന് പറയുന്നു. ഒടുവിൽ അശ്വമേധയാഗമൊക്കെ നടത്തി അങ്ങനെ ലോകത്തിനു മുഴുവൻ ഒരു മാതൃകാ രാജാവ് എന്ന നിലയിൽ ഭഗവാൻ രാജ്യം ഭരിച്ചു. പിതാവ് പുത്രന്മാരെ എങ്ങനെ രക്ഷിക്കുമോ, നന്ദനന്മാരെ ഇന്നത്തെ പിതാവും നന്ദനന്മാരും അല്ല, ഇന്ന് അച്ഛനും അച്ഛനമ്മമാർ മക്കളെ എങ്ങനെ രക്ഷിക്കുമോ അതുപോലെയല്ല. ഇന്നത്തെ രക്ഷണം പറയേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ഇഷ്ടം പോലെ വിട്ടാൽ അതാണ്, അങ്ങനെയാണ് പല അച്ഛനും അമ്മമാരും ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഒന്നുകിൽ കുട്ടികളെ ശാസിച്ച് ഭയപ്പെടുത്തി ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആക്കാൻ ശ്രമിക്കുമെന്നല്ലാതെ, കുറെ പണം ചെലവ് ചെയ്യും എന്നല്ലാതെ, കുട്ടികളുടെ സർഗാത്മകമായ വളർച്ചയ്ക്കോ അവരിൽ നമ്മുടെ സംസ്കാരം ബോധം ഉണ്ടാക്കുന്നതിനോ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാർ വളരെ വളരെ ദുർലഭമാണ്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിശാലികളായിട്ടുള്ളവർ പോലും ഈ രാജ്യദ്രോഹകരമായ തീവ്രവാദത്തിലും മറ്റും അടിപ്പെട്ടു പോകുന്നത്. അത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് സ്നേഹം നൽകാൻ നമ്മുടെ ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് കഴിയുന്നില്ല. അതൊരു ദുഃഖസത്യമാണ്. വാത്സല്യം നൽകാൻ, കുട്ടികളെ വേണ്ട വഴിക്ക് നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ദുഃഖസത്യം ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആ അവതാരത്തിൽ അതുമാത്രം ആരെയെല്ലാം ഭഗവാൻ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. വളരെ ഉയർന്ന ഈ വലിയ പാണ്ഡിത്യമുള്ള വലിയ പണ്ഡിതന്മാരും മറ്റും ആയിരുന്നില്ല ശ്രീരാമചന്ദ്രന്റെ കൂട്ടുകാർ. വാനരന്മാരും ഒക്കെ ആയിരുന്നു. പക്ഷിമൃഗാദികൾ, വാനരന്മാർ. നോക്കൂ, ഭഗവാൻ തുടക്കം തന്നെ നമുക്കറിയാം, ഗുഹൻ, നൈഷാദ വംശത്തിൽപ്പെട്ട ഗുഹൻ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്നത് പിന്നെ ജടായു, സമ്പാദി തുടങ്ങിയ പക്ഷികൾ, വാനരന്മാർ, ഇവരൊക്കെയായിരുന്നു ഭഗവാന്റെ കൂട്ടുകാർ. യാതൊരു വിധത്തിലുള്ള ആ ഉച്ചനീചത്വ ചിന്താഗതിയും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. പറഞ്ഞു, ജാതിനാമാദികൾക്കല്ല ഗുണഗണം എന്ന് പ്രഖ്യാപിച്ച ധീരനായ ഒരു മാതൃകാ മര്യാദാ പുരുഷോത്തമനായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ഒരു ഉത്തമ രാജാവിന് വേണ്ട ഗുണങ്ങൾ പൂർണ്ണമായും തികഞ്ഞ ഒരു മഹാപുരുഷനായിരുന്നു ഭഗവാൻ. അതുകൊണ്ടാണ് ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. മര്യാദാ പുരുഷോത്തമൻ എന്നാ പറയാ ഭഗവാനെ പറ്റി. ഒടുവിൽ പറയാണ്, സ്ത്രീപ്രസംഗ ഏതാതിർ സർവത്രൈവ ഭയാവഹ അഭീശ്വരാണം കിമുത ഗ്രാമ്യസ്യ ഗ്രഹചേതസഹ. അതായത് ഈ ഒടുവിൽ ശ്രീരാമചന്ദ്രന് എന്തുകൊണ്ടാണ് സീതാപരിത്യാഗക്ക് വേണ്ടി വന്നത് എന്ന്, അതിന് മറ്റൊന്നുമല്ല, ഈ വിഷയങ്ങളിൽ എപ്പോഴും ആർക്കൊട്ടൽ വന്നാലും ഈശ്വരന്മാർക്കടക്കം അത് ഭ്രംശത്തിനും കഷ്ടങ്ങൾക്കും വഴിവെക്കും. അതുകൊണ്ട് കരുതിയിരിക്കണം എന്നാണ് ഉള്ളൊരു താക്കീത് കൂടി ഇവിടെയുണ്ട്. അതായത് വിഷയങ്ങളോട് ആഭിമുഖ്യം കൂടിപ്പോയാൽ, ധർമ്മത്തിനോടടക്കം ഭട്ടതിരിപ്പാട് പറയുന്നത്, ധർമ്മത്തിനോട് വളരെയധികം ആഭിമുഖ്യം കൂടിയത് കൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണനെയും സീതാദേവിയെയും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നാണ്. ധർമ്മത്തിൽ അത്യാസക്തി വന്നതുകൊണ്ടാണ്. ധർമ്മത്തിൽ അത്ര ആസക്തി വേണ്ട എന്നാണ് ഭട്ടതിരിപ്പാടിന്റെ അഭിപ്രായം. പക്ഷെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അത് അംഗീകരിക്കില്ല. ധർമ്മം കടുകിട പോലും ഭഗവാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പ്രത്യേകത. ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ട് കമ്പാരിസൺ ഭഗവാൻ ശ്രീകൃഷ്ണനെയും കമ്പയർ ചെയ്യണം എന്നാ പറയുന്നത്. ഭഗവാനെ പറ്റി പറഞ്ഞാൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയാണ് ഭഗവാൻ കൃഷ്ണൻ എന്നാണ് പറയുക. ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയാണ് കൃഷ്ണ ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നും പറയും. ശ്രീകൃഷ്ണ ഭഗവാൻ ശരിക്കും സാക്ഷാൽ പരബ്രഹ്മം തന്നെ എന്ന്.
ആദി ശങ്കര ഭഗവത്പാദർ ഭഗവത്ഗീതയുടെ ഉപോഖ്യാതത്തിൽ പറയുന്നത് ശരിക്കും ആ സർവേശ്വരൻ തന്നെ സച്ച ഭഗവാൻ ജ്ഞാന ഐശ്വര്യ ശക്തി ബലവീര്യ തേജോഭി തഥാ സമ്പന്ന ത്രിഗുണാത്മികം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിം വശീകൃത്യ അജോ അവ്യയോ ഭൂതാനാം ഈശ്വരോ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവോസി സൻ സ്വമായയാ ദേഹവാനിവ ജാതൈവ ലോകാനുഗ്രഹം കുർവൻ ഇവ ലക്ഷ്യതേ. ആദി ശങ്കര ഭഗവത്പാദർ പോലും അംഗീകരിച്ച അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റേത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം, ശ്രീകൃഷ്ണ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു സിദ്ധനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം പൂർണ്ണമായിട്ടും. അഷ്ടൈശ്വര്യ സിദ്ധികൾ പ്രകടമാക്കിക്കൊണ്ടാണ് ഭഗവാന്റെ ആവിർഭാവം തന്നെ. ഈ ജനിച്ചത് തന്നെ കൽത്തുറുങ്കിലാണ് ഭഗവാന്റെ ജനനം. ഒടുവിൽ വരെ ഇത്രത്തോളം ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ട മറ്റൊരു അവതാരം നമുക്ക് കാണാൻ കഴിയില്ല. കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത വിണയാൽ കാത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യം മുഖനാഗനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹന മോഹനം എന്ന് ഉള്ളൂർ പാടിയത് എത്രയും അന്വർത്ഥമാണ് എന്ന് പറയാൻ. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ അജ്ഞാനനാശനമാണ്. പലരും വിചാരിക്കുന്നത് പോലെ കംസനെ കൊല്ലലൊന്നുമല്ല. പലരും വിചാരിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം ഭൂമിക്ക് ഭാരം ചുരുക്കുകയാണ്. ഈ കംസന്റെ ജരാസന്ധൻ ശിശുപാലൻ തുടങ്ങിയ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണെങ്കിൽ കംസനെ കൊല്ലാൻ ഭഗവാൻ അവിടെ മഞ്ചത്തിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് കംസൻ വീട് കഴിഞ്ഞിരിക്കുന്നു. വാളെടുത്തൊന്ന് വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. കംസനായിട്ട് ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ ഏറ്റുമുട്ടൽ ഭഗവാനും ബലഭദ്രരും നടത്തിയിട്ടുള്ളത് ചാണൂരിനോടും മുഷ്ടിക മല്ലന്മാരോടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ മഞ്ചത്തിൽ കയറിയതോടുകൂടി കംസന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. കംസനെ കൊല്ലലല്ല ഭഗവാന്റെ ലക്ഷ്യം, അജ്ഞാനനാശനമാണ് എന്ന് പറയാണ്. അതിന് ഉദാഹരണം എവിടെയാണ് അതിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ഈ ദേവകീ വസുദേവന്മാരുടെ വിവാഹഘട്ടത്തിൽ ഒരു അശരീരി കേൾക്കുന്നുണ്ട്. അസ്യാസ്ത്വം അഷ്ടമോ ഗർഭേ ഹന്താമം വഹയേ അബുധാം. ഹന്താസ്ത്വം അഷ്ടമോ ഗർഭോ. ഇവളിലുള്ള എട്ടാമത്തെ ഗർഭം, എട്ടാമത്തെ ശിശു. ഏഹേ അബുധ, മൂഢാത്മാവേ, വിവരമില്ലാത്തവനെ, നീ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ എട്ടാമത്തെ ഗർഭം നിന്നെ കൊല്ലും. വാസ്തവത്തിന് ഈ അബുധ എന്നുള്ളത് നമ്മയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അജ്ഞാനം തീണ്ടിയവരാണ് അബുധന്മാർ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വരൂപ വിസ്മൃതി വന്നവർ. നമ്മളൊക്കെ ഈശ്വര സ്വരൂപികളാണ്, നമ്മളൊക്കെ ആത്മസ്വരൂപികളാണ്. ഈ സ്വരൂപ വിസ്മൃതിയാണ്, അജ്ഞാനമാണ് നമ്മെ നേരിടുന്ന, നമ്മെ അലട്ടുന്ന പ്രശ്നം, വിഷമത. നമുക്ക് നമ്മുടെ സ്വരൂപം അറിയില്ല. നാം ഈശ്വര സ്വരൂപികളാണെന്നുള്ള അറിയില്ലായ്മയാണ് നമ്മെ കുഴക്കുന്ന ഏക പ്രശ്നം. അത് നശിപ്പിക്കുവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജനനം എന്നുള്ളതാണ് സത്യം. അത് ഭഗവാൻ സാധിച്ചത് എങ്ങനെയാണ്? ഭഗവത്ഗീതയിൽ ഉപദേശത്തിലൂടെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട്, അർജുനം നിമിത്തീകൃത്യ ലോകാനുഗ്രഹാർത്ഥം ആണ് ഭഗവത്ഗീത ഉപദേശിച്ചത് എന്ന് ആചാര്യ ഭഗവത്പാദർ പറയുന്നുണ്ട്. അർജുനന് വേണ്ടിയല്ലാതെ, അർജുനനെ തൽക്കാലം ആ കർമ്മവിമുഖനായ അർജുനനെ ആ യുദ്ധക്കളത്തിൽ വീര്യവാനാക്കാൻ, ഊർജ്ജസ്വരതയുള്ളവനാക്കി തീർക്കാൻ ചെയ്ത ഉപദേശിദ്ധ ഔഷധം, ചികിത്സയാണ് ഭഗവത്ഗീതോപദേശം. എങ്കിലും അത് നമുക്കൊക്കെയുള്ള ചികിത്സയ്ക്കുള്ള ഔഷധമാണ്. ഭഗവത്ഗീതയാകുന്ന ജ്ഞാനാമൃതം അത് നമുക്കൊക്കെ ഉള്ള ഒരു സ്മൃതി, ഈ കാലത്തിനുള്ള ഒരു സ്മൃതി ഗ്രന്ഥമാണ്. അത് ഉപനിഷത് സാര സർവസ്വമാണ് എന്ന് പറയാണ്. ഉപനിഷത് സാര സർവസ്വമായ ഭഗവത്ഗീത മാനവരാശിക്ക് മുഴുവൻ മാനവരാശിക്ക് മുഴുവൻ പഠിക്കാൻ കഴിയുന്ന
ജീവിത തത്വശാസ്ത്രമാണ്. അങ്ങനെ ആ ഭഗവത്ഗീതയിലൂടെ ലോകത്തിൻ്റെ അജ്ഞാനത്തെ മാറ്റാനും അങ്ങനെ ശരിയായ ആ വെളിച്ചം ഉണ്ടാക്കാനും ഉപദേശിക്കുന്നത് എന്നുള്ളതാണ് ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതായിരിക്കും സവാസ്തവം. അർജുനോട് ഭഗവത്ഗീത ഉപദേശിക്കുക മാത്രമല്ല, ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം ഉദ്ധവർക്ക് നൽകുന്ന ജ്ഞാനോപദേശം ഇപ്പോൾ മുക്രി സുധാകരം നിങ്ങൾ കേൾക്കാറുണ്ടാവും. ഈ സ്വാമിജിയുടെ, നമ്മുടെ പൂജ്യ സ്വാമിജിയുടെ, ഭൂമാനന്ദ സ്വാമിജിയുടെ മുക്തി സുധാകരത്തിൽ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം എന്ന മുക്തിസ്കന്ധമാണ് നമ്മൾ പതിവായി രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലും ജ്ഞാനം തന്നെയാണ്. ശരിയായ ജീവൻ ശരിക്കും എന്താണ്? നേരത്തെ പറഞ്ഞു, സ്വാമിജി തന്നെ പറഞ്ഞു, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിവി ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ശരിക്കും ഈ ജീവൻ ബ്രഹ്മമാണെങ്കിലും ഈ അവിദ്യ കാമകർമ്മ വാസനാശ്രയ ലിംഗമാണ് ജീവൻ എന്നാ പറയാ. അവിദ്യ കാമകർമ്മ വാസനാശ്രയ ലിംഗം ജീവ. ഈശ്വരനോ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവവും. ഈ ജീവൻ ഈശ്വരനാണെന്ന് അറിയണം. ജീവൻ ഈശ്വരൻ ജഗത്ത് എന്നുള്ള ഈ മൂന്ന് ഭ്രമങ്ങൾ നീങ്ങലാണ് നമുക്കിവിടെ സാധിക്കേണ്ടത്. ജീവനും ഈശ്വരനും ജഗത്തും അങ്ങനെ വ്യത്യസ്തമല്ല എന്ന് പറയുകയാണ്. ജീവൻ ഈശ്വരൻ തന്നെയാണ്, പരമാത്മാവിൻ്റെ പ്രതിഫലനം. അത് പലയിടത്തും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഉപദേശം ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലെ ഉദ്ധവ ഉപദേശത്തിലൂടെയും നൽകുക എന്നുള്ളതാണ് കൃഷ്ണാവതാര ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ജ്ഞാന പ്രകാശനമാണ് കൃഷ്ണാവതാര ലക്ഷ്യം. അത് ആ നിലയ്ക്ക് കാണണം. ആ നിലയ്ക്ക് കണ്ടില്ലെങ്കിൽ എന്താണ് അബദ്ധം വരാന്നറിയോ? നമുക്ക് തെറ്റിദ്ധാരണ വരും, നമുക്ക് ശരിയായ കാഴ്ചപ്പാടുണ്ടാവില്ല. ശരിക്കും ഈ അവതാരം സംഭവിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ ഗുഹയിലാണെന്ന്. നമ്മുടെ ഹൃദയ ഗുഹയിലാണ് ഈ രാമാവതാരവും കൃഷ്ണാവതാരവും സംഭവിക്കേണ്ടത്. ഹൃദയം അതിന് സജ്ജമാകണം. ഹൃദയം സജ്ജമാകണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ അവതാരം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിലുള്ള അഴുക്കുകളൊക്കെ നീങ്ങണം, മാലിന്യങ്ങൾ നീങ്ങണം. എന്താണ് ഹൃദയത്തിന്റെ അഴുക്കുകൾ? രാഗദ്വേഷ ബുദ്ധി, ഭേദബുദ്ധി, അത് പോകണം. രാഗവും ദ്വേഷവും ഭേദബുദ്ധിയും ഒക്കെ പോയാൽ ഹൃദയം നിർമ്മലമാകും. നിർമ്മലമായ ഹൃദയത്തിൽ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ മനസ്സിൽ നിന്നുള്ള ദുർഗുണങ്ങൾ, ദുഷിച്ച ചിന്തകൾ, ആസുരിക ചിന്തകൾ, മതമാത്സര്യാദി ദുർഗുണങ്ങൾ, ഇവയൊക്കെ ഇല്ലാതാകണം. അതില്ലാതാക്കുവാനാണ് ഈ രീതിയിലുള്ള ദിവ്യ സത്രവേദികൾ ഒരുങ്ങുന്നത്. ഭാഗവത സത്രം നമ്മൾ ഇവിടെ ഇത് 9ാമത്തെ വർഷമാണ്. എത്രയോ വ്യക്തികളുടെ മഹത്തായ ത്യാഗത്തിൽ നിന്നൊക്കെ ത്യാഗം കൊണ്ടാണ് ഈ ഇത്രയും പുണ്യമേറിയ ഈ കർമ്മം ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ശരിയായ പ്രയോജനത്തിൽ എത്തണമെങ്കിൽ നമ്മിലൊക്കെ ഈ ഭഗവത് ഗുണങ്ങൾ, ദൈവീക ഗുണങ്ങൾ വർദ്ധിച്ച് വരണം. ആസുരിക ഗുണങ്ങൾ, ആസുരിക ദോഷങ്ങൾ ഇല്ലാതാവുകയും ചെയ്യണം. എന്താണ് ആസുരിക ഈ ദോഷങ്ങൾ എന്നുള്ളത്? അഹങ്കാരം, മമത്വം, ഇതൊക്കെ പോകണം. ക്രോധം, അസൂയ, പാരുഷ്യം, സ്നേഹമില്ലായ്മ, ക്ഷമയില്ലായ്മ, ടെൻഷൻ. സദാ ഇപ്പോൾ ടെൻഷനല്ലേ? സാമ്പത്തികമായി നല്ല കഴിവുള്ളവർ പോലും സദാ ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആർക്കും സമാധാനമില്ല, ഭയമാണ്. ഭയം എപ്പോഴും, ഏത് സമയത്ത് അപകടം വരും. കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക് ബസ്സിൽ സ്കൂൾ പോയാൽ തിരിച്ചു വരുന്നതുവരെ ഭയമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്. ശരിക്കും ഈശ്വരനെ ഭയപ്പെടുകയല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത്. ഈശ്വരനെ ഭയപ്പെടുകയല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ അവിടെയുള്ള സ്കൂളിൻ്റെ ചുമരിലൊക്കെ എഴുതി വെച്ച ഒരു വാക്യം എനിക്ക് ഓർമ്മ വരികയാണ്. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് അത് തെറ്റാണ്.
ദൈവത്തിനെതിരെ ഭയപ്പെടണം? ദൈവത്തിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. ദൈവം ഒരു ക്രൂരനായ ഒരു എല്ലാവരെയും ശിക്ഷിക്കുന്ന ഒരു ക്രൂരനായ പിശാചൊന്നുമല്ല. സ്നേഹസ്വരൂപനാണ്. സ്നേഹം തന്നെയാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ, ദൈവത്തെ സ്നേഹിക്കുകയാണ് വേണ്ടത്. നമ്മുടെ അന്തര്യാമിയാണ് അദ്ദേഹം. ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഒട്ടും നമ്മിൽ നിന്നൊട്ടും അകലെയല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യേകിച്ചും ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈ എല്ലാറ്റിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ആളാണ്, ഈ ലോകത്തിന്റെ അധ്യക്ഷനാണ് ഞാനെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മയധ്യക്ഷേണ പ്രകൃതി സുയദേശ ചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ആരാണ് കൃഷ്ണൻ? ആരാണ് കൃഷ്ണൻ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഭഗവാന്റെ മഹത്വം, സർവലോക മഹേശ്വരത്വം, ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹേശ്വരത്വം ഭഗവാൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെ മത്ത പരതരം നന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. എല്ലാ ഈ മണികളൊക്കെ സ്വർണ്ണമാലയിലും മറ്റുമൊക്കെ ചരട് പോലെയാണ്. മുത്തുകൾ കോർത്ത ചരട് എപ്രകാരം ചരടിലെ പ്രാധാന്യം, അതുപോലെ എല്ലാറ്റിനെയും കോർത്തിണക്കിയ ഈ വിശ്വമഹാ പ്രതിഭാസം ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് എൻ്റെ ആ സൂത്രധാരകൻ ഭഗവാനാണ്, സർവീശ്വരനാണ്. ഏകാംശ വിഷ്ടഭ്യാഹം അഥവാ ബഹുനൈദേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ ജഗത്ത് മുഴുവൻ എൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ, അദ്ദേഹത്തിന്റെ മഹത്വം ആർക്കാണ് പറയാൻ പറ്റുക? പറയാനാവില്ല എന്ന് പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശരിക്കും ഒരു യുഗസൃഷ്ടാവാണ് എന്ന് പറയാം. യുഗസൃഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ ധർമ്മ സംസ്ഥാപനം നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. ഏത് രൂപത്തിൽ അദ്ദേഹം ധർമ്മം സ്ഥാപിച്ചു എന്ന് നമുക്ക് അനുകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതേസമയത്ത് ശ്രീരാമനോ യുഗസൃഷ്ടിയാണ്. ശ്രീരാമൻ യുഗസൃഷ്ടിയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുഗസൃഷ്ടാവാണ് എന്ന് പറയാം. ശ്രീരാമൻ ഭരണഘടനാ വിധേയനാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഭരണഘടന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ തൻ്റെ മഹത്വം പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപജാനന്തിമം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം എന്ന്. എന്നെ എൻ്റെ ഈ ശരീരത്തിൽ മാത്രമായി കാണുന്നവർ വാസ്തവത്തിൽ എന്നെ നിന്ദിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ ജഗത്തിന്റെ ആധാരമായി, സർവത്തിൻ്റെയും ബീജമായി, സർവത്തിൻ്റെയും സനാതനം ബീജം ഞാനാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജഗത്തിന് മുഴുവൻ ആധാരമായ അദ്ദേഹത്തെ കേവലം ഒരു വിഗ്രഹത്തിലോ പ്രതിമയിലോ മാത്രമായി ഒതുക്കിക്കാണുന്നത് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപജാനന്തിമം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം. അതുപോലെ തന്നെ എല്ലാവരുടെയും ഇവിടെ മാതാധാത പിതാമഹ, മാതാവും പിതാവും പിതാമഹനും താൻ തന്നെയാണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്ഥിതപ്രജ്ഞനും ഗുണാതീതനും പുരുഷോത്തമനും ഒക്കെയാണ്. അതേസമയം രാമനോ ശ്രീരാമചന്ദ്രനോ, ശ്രീരാമചന്ദ്രൻ ഒരു മാതൃകാ രാജാവ്. ശരിക്കും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം എന്ന്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. പക്ഷേ സർവേശ്വരന്റെ അവതാരമാണ് ഭഗവാൻ എന്ന് വാൽമീകി മഹർഷി പ്രഖ്യാപിക്കുന്നുണ്ട്. ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ യുഗ സൃഷ്ടാവാണെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ യുഗ സൃഷ്ടിയാണ്. ഭരണഘടനാ വിധേയനാണ് രാമനെങ്കിൽ ഭരണഘടന നിർമ്മാതാവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ കളവ് പറഞ്ഞോളാൻ പറഞ്ഞു. ആരോട്? യുധിഷ്ഠിരനോട്. അശ്വത്ഥാമാവ് മരിക്കാതെ മരിച്ചു എന്ന് പറയാൻ പറഞ്ഞു. എങ്കിലേ ദ്രോണരെ വധിക്കാൻ പറ്റൂ. രാമനാണെങ്കിൽ അത് ചെയ്യുവോ? ചെയ്യില്ല. കളവ് പറയുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വ്യക്തിയാണ് ഭഗവാൻ രാമചന്ദ്രൻ. ശ്രീകൃഷ്ണാവതാരത്തിലോ
ധർമ്മപുത്രര് പറയാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അശ്വത്ഥാമ ഹത കുഞ്ചര, ഒടുവിൽ പറയിപ്പിച്ചു. കുഞ്ചര എന്നുള്ള ശബ്ദം ദ്രോണര് കേട്ടില്ല. ഭഗവാന്റെ ആ സൂത്രം, ഭഗവാന്റെ ആ ധർമ്മ സംസ്ഥാപനം മറ്റാർക്കും അനുകരിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അതുപോലെ തന്നെ തൻ്റെ പ്രതിജ്ഞ, ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു മഹാഭാരത യുദ്ധത്തിൽ. പക്ഷേ ആയുധമെടുത്തു. എന്തുകൊണ്ട് ആയുധമെടുത്തു? ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി. സ്വനിഗമ അപഹായമൽ പ്രതിജ്ഞാം ഋതം അധികർത്തും അവപ്ലുതോരഥസ്ഥ ധൃതരഥ ചരണാഭയാച്ചലൽഗുർ ഹരിരിവഹന്തും ഇഭം ഗതോത്തരീയ. ഭീഷ്മർ വളരെ സുന്ദരമായി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ അതിസുന്ദരമായ ദിവ്യമായ ഒരു സ്തുതിയാണ് ഭീഷ്മരുടെ സ്തുതി. അതിൽ ഭീഷ്മര അനുസ്മരിക്കുകയാണ്, ഭഗവൻ അങ്ങ് ശരിക്കും എന്നെ 2 തവണ ആയുധമെടുത്തുകൊണ്ട് ഭീഷ്മരെ വധിക്കാൻ തക്കവണ്ണം 3-ാം ദിവസവും മഹാഭാരത യുദ്ധം തുടങ്ങി 3-ാം ദിവസവും 9-ാം ദിവസവും ഭഗവാൻ സുദർശന ചക്രവും എടുത്തുകൊണ്ട് തേരിലിരുന്ന് ചാടി ഇറങ്ങി എന്നാണ് പറയുന്നത്. ഭീഷ്മരെ കൊല്ലാൻ തക്കവണ്ണം ഭീഷ്മർക്കും വേണ്ടത് അതാണ് എന്ന് പറയാണ്. അപ്പോൾ അർജുനൻ കൃഷ്ണനെ പിടിച്ചു നിർത്തി എന്നാണ്. എന്താ ഭഗവാൻ അങ്ങയോട് വാക്കൊക്കെ മറന്നുപോയോ? അങ്ങ് ആയുധം എടുക്കുക എന്ന് പറഞ്ഞില്ലേ എന്ന്. അതൊന്നും ഭഗവാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാണ്. രാമനാണെങ്കിൽ അങ്ങനെ ചെയ്യുവോ? രാമൻ വാക്ക് രാമോ ദുർനാമ ഭാഷിത. കൃഷ്ണനോ എന്ന് വിചാരിച്ച് കൃഷ്ണൻ ചെയ്തത് നമുക്ക് ന്യായീകരിക്കാൻ, നമുക്ക് ചെയ്യാൻ വേണ്ടിയല്ല. ഭക്തന്റെ വാക്ക് സത്യമാക്കണം. തൻ്റെ വാക്ക് പാഴിലായാലും തരക്കേടില്ല. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത് കൗന്ദേയ നമേ കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തപ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീതോപദേശത്തിൽ അർജുനോട് പറഞ്ഞു, അർജുന എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് പെരുമ്പറ കൊട്ടി ഘോഷിച്ചോളൂ. എന്തുകൊണ്ടാണ് അർജുനനോട് കൊട്ടിഘോഷിക്കാൻ പറയുന്നത്? താൻ തന്നെ പറഞ്ഞ പോരെ? താൻ തന്നെ പറഞ്ഞ പോരാ. അർജുനൻ പറഞ്ഞാൽ ഭഗവാൻ അത് പാലിക്കാൻ ബാധ്യസ്ഥനാകുന്നു. അതുകൊണ്ടാണ് ആ അഹം നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ അംബരീഷ ചരിത്രത്തിൽ അഹം ഭക്തപരാധീനൻ എന്ന് പറഞ്ഞില്ല, ഭക്തപരാധീനനാണ് താൻ എന്ന് ഭഗവാൻ തുറന്നു പറയുന്നുണ്ട്. അർജുനനെ കൊണ്ട് പെരുമ്പറ കൊട്ടി ഘോഷിപ്പിച്ചാൽ ഈശ്വരഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് പ്രഖ്യാപിപ്പിച്ചാൽ താനത് പാലിക്കും. അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേകത. ശ്രീകൃഷ്ണ ഭഗവാൻ ശരിക്കും ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയാണെന്നാ പറയുക. ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയാണ് ഭഗവാന്റെ വാക്ക് പ്രവൃത്തികൾ. ഒരിക്കലും നമുക്ക് അനുകരിക്കാൻ സാധിക്കില്ല, അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കണം, അത് ജീവിതത്തിൽ പാലിക്കണം. പ്രത്യേകിച്ചും ഭഗവത്ഗീതയിലും ഭാഗവത ഏകാദശ സ്കന്ധത്തിലും ഭഗവാൻ ഉദ്ധവരോട് നൽകിയ ആ അമൃത് തുല്യമായ ഉപദേശങ്ങൾ നാം ജീവിതത്തിൽ പാലിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അത് സാധിക്കുകയില്ല. അഷ്ടൈശ്വര്യ സിദ്ധികൾ പ്രകടമാക്കിക്കൊണ്ടാണ് ഭഗവാന്റെ അവതാരം തന്നെ. നമുക്കറിയാം, രോഹിണി ഗർഭം, ദേവകി ദേവിയുള്ള 7ാമത്തെ ഗർഭം മാറ്റിക്കൊണ്ടാണ്, രോഹിണിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഭഗവാന്റെ അവതാരം തന്നെ. പിന്നീടുള്ള എല്ലാ പ്രവൃത്തികളും സർവേശ്വരന്റെ യോഗസിദ്ധികൾ പ്രകടമാക്കിക്കൊണ്ടായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഈശ്വരഭാവം, രാമനാകുന്ന പൂർണ്ണ മനുഷ്യനിൽ നിന്ന് ഈ കൃഷ്ണനാകുന്ന ഈശ്വരനിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം രാമനാകുന്ന ഒരു പൂർണ്ണ മനുഷ്യനിൽ നിന്ന് കൃഷ്ണനാകുന്ന ഈശ്വരനിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായിരിക്കണം എന്നാണ് പറയാൻ ആവശ്യപ്പെടുന്നത്. ശരിക്കും രാമായണവും കൃഷ്ണനും രാമനും ഒക്കെ ഒരേ തത്വം തന്നെ. രാമശസ്ത്രഭൃതാമഹം എന്ന് വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആയുധധാരികൾ രാമൻ ഞാനാണ്. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയായി. വൃഷ്ണികൾ പാണ്ഡവനും ഞാൻ വാസുദേവോസ്മി, വാസുദേവൻ യാദവന്മാരിൽ ഞാൻ വാസുദേവനാണ്. ഇത്രത്തോളം ആധികാരികമായി പ്രഖ്യാപിച്ച ആ സർവലോക മഹേശ്വരനെ നാം വേണ്ടതുപോലെ അറിയുന്നുണ്ടോ? കൃഷ്ണതത്വം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം.
കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വെറുതെ വിളിച്ചത് കൊണ്ടായില്ല. ആ വിളി ആത്മാർത്ഥതയോടുകൂടി ഉള്ളതാവണമെങ്കിൽ നമ്മുടെ ഹൃദയം പവിത്രമാകണം, ഹൃദയം ശുദ്ധമാകണം. കുറേ പ്രാവശ്യം ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം ഭഗവാൻ പ്രസാദിക്കില്ല. മനസ്സ് ശുദ്ധമായി ആ ശുദ്ധമായ ഭാവത്തിൽ മനുഷ്യ സർവചര അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണയേവച എന്ന് പറയാം. എല്ലാവരോടും സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ള സ്നേഹം കൊണ്ട് എല്ലാ സർവചരാചരങ്ങളോടും ഉള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. നിർവൈര സർവഭൂതേഷു, സർവഭൂതങ്ങളോടും സർവചരാചരങ്ങളോടും ഉള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. അപ്പോഴേ നാം ഒരു ഉത്തമ ഭക്തരാവൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളാണിതൊക്കെ. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളൊക്കെ തെക്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ. ജീവിതത്തിൽ നാം കർമ്മനിഷ്ഠരാവണം. നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ വളരെയധികം കഴിവോടുകൂടി ഏറ്റവും ആ ഒരു സർവേശ്വര പൂജയായി അനുഷ്ഠിക്കണം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ജീവതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ എന്നാണ്. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ മതർപ്പണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് എന്നും എന്നും പ്രസക്തിയുണ്ട് എന്ന് പറയുകയാണ്. ഈ സ്മൃതി ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും എല്ലാം ഈ ഇതിഹാസ പുരാണാദികൾ എന്നാ പറയാ. ഇതിഹാസ പുരാണങ്ങൾ കാലാനുസൃതമായി വ്യാഖ്യാനിക്കണം. കാലാനുസൃതമായി വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അത് വേണ്ടതുപോലെ ഗുണം ചെയ്യില്ല എന്ന് പറയുക. അതുകൊണ്ടാണ് ഇപ്പോൾ ആചാര്യന്മാരൊക്കെ പലരും ആധുനിക യുഗത്തിന് യോജിക്കുന്ന രീതിയിൽ, ആധുനിക യുഗത്തിന് ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷൻ, മോഡേൺ ഫിസിക്സിന് അനുരൂപമായ ചേരുന്ന രീതിയിൽ നമ്മുടെ ഭാഗവത മൂല്യങ്ങളെയും ഉപനിഷത്ത് തത്വങ്ങളെയും അവതരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അത് സാധിക്കുകയും ചെയ്യും. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം നിങ്ങളിവിടെ വെച്ച് കേട്ടിട്ടുണ്ടാവും. അധ്യാത്മാനന്ദജിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആധുനിക ശാസ്ത്രത്തിന് ഇണങ്ങുന്ന തത്വങ്ങളാണ് നമ്മുടെ ഉപനിഷത്തുക്കളിലും ഭാഗവതത്തിലും ഒക്കെയുള്ളത്. ഒട്ടും അന്ധവിശ്വാസമല്ല, അനാചാരമല്ല, ശാസ്ത്രീയമാണ്, തികച്ചും ശാസ്ത്രീയമാണ്. കാരണം നാം നമ്മെപ്പറ്റി തന്നെ നമ്മുടെ ഉള്ളിലേക്കുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് നാം സത്യാന്വേഷകരാകുന്നത്. നമുക്ക് ജീവിതത്തിൽ സാധിക്കേണ്ടത്, ജീവിതത്തിൽ വേണ്ടത് ശാന്തിയും സുഖവും സമാധാനവുമാണ്. എല്ലാവർക്കും വേണ്ടത് ഇതാണ്. ശാശ്വത സുഖം, ശാശ്വതമായ സമാധാനം. ഇതെങ്ങനെയുണ്ടാകും? സ്വത്ത് സമ്പാദിച്ചതുകൊണ്ടോ ബാങ്ക് ബാലൻസ് കൂട്ടിയതുകൊണ്ടോ ജീവിതത്തിൽ സമാധാനവും സുഖവും ഉണ്ടാവില്ല. ധനം ആർജനം വേണ്ട എന്നല്ല, ധനാർജന ആവശ്യമാണ്. ധർമാർത്ഥ കാമമോക്ഷം പുരുഷാർത്ഥങ്ങളിൽ പെട്ടതാണ്. പക്ഷേ ജീവിത ലക്ഷ്യം അതല്ല. എപ്പോഴും ജീവിതത്തെ കുറിച്ചൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. എന്താണ് ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടത്? ഭാഗവതത്തിൽ പറയും, അന്തേ നാരായണ സ്മൃതി, അന്തേ നാരായണ സ്മൃതി. അന്തേ നാരായണ സ്മൃതി എങ്ങനെ സാധിക്കും? ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഏതാണ് അന്ത്യസമയം എന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അറിയില്ല. ഏത് സമയവുമാകാം. ഈ ജീവിതത്തിലുള്ള ഒരു സുനിശ്ചിതമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ നമ്മളുടെ അന്ത്യം, ഈ ശരീരത്തിന് അന്ത്യം ഉണ്ടെന്നുള്ളതാണ്. നമ്മളുടെ അവസാന റിട്ടേൺ ജേണി ഈസ് റിസർവ്ഡ്. റിട്ടേൺ ജേണി റിസർവ്ഡ് ആണ്. പക്ഷേ ഡേറ്റ് നമുക്ക് അറിഞ്ഞുവിടാമെന്ന് മാത്രം. അതാ ഒരു സത്യം. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയുക? ചൈനയിലെ ചരിഞ്ഞ ഗോപുരം, താജ്മഹൽ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അല്ലേ നമുക്ക് ലോകത്തിൽ അത്ഭുതമായ കാര്യങ്ങൾ. പക്ഷേ ധർമ്മപുത്രർ പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്നറിയോ? അഹന്യഹനിഭീതാനി ഗച്ഛന്തീതി യമാലയം യശസ്താവരമിച്ഛന്തി കിം ആശ്ചര്യമതപരം. അഹന്യഹനിഭീതാനി,
ഗച്ഛന്തീതി യമാലയം. ഓരോരുത്തരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. 3 ദിവസം മുമ്പേ നമ്മുടെ മഹാനായ ഒരു നേതാവ് പോയി. എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവനെ പിടിച്ചു നിർത്താൻ കഴിയുമോ, വെന്റിലേറ്ററിലും അതിലും വലിയ വെന്റിലേറ്ററിലും എവിടെയെല്ലാം എന്തെല്ലാം ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നത് ഒക്കെ ചെയ്തു നോക്കി, പോയി അല്ലേ. അത് എല്ലാവർക്കും അപ്പോൾ എന്തായി, ലോകം മുഴുവൻ ഇവിടെയൊക്കെ ഒരു ചെടി വൃക്ഷലതാദികൾ പോലും അനങ്ങാത്ത സംഭവമായിരുന്നു അതിൻ്റെ പിന്നീടുള്ള 2-3 ദിവസങ്ങൾ. പക്ഷേ ധർമ്മോത്തർ പറയാണ്, ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഓരോരുത്തർ പോകുന്നത് കണ്ടാലും ഈ പോക്കുന്ന ആ വിദ്വാൻ നമ്മുടെയൊക്കെ പിന്നാലെ ഓരോ സമയവും നമ്മുടെയൊക്കെ പിന്നാലെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല എന്ന്. നമ്മൾ പറയും ഞാൻ അവിടെ പോയതാണ്, അയാൾ അനുശോചനത്തിന് പോയതാണ്, അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പോയതാണ് എന്ന്. അപ്പോഴൊന്നും നമ്മുടെ പിന്നാലെ കാലത്തൂ ഉച്ചയ്ക്കും അന്തിക്കും രാവിയിലും കാലന്തൻ കൈമാഴു കൈവീടാതെ ആയുദ്രൂമത്തിയിലുണ്ടാഞ്ഞു വെട്ടുന്നതായതു ഹൃദസ്പന്ദ വേദ്യമാർക്കും. ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഈ ശരീരം ആകുന്ന വൃക്ഷത്തെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും ഓരോ സമയവും നമ്മുടെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും അതിൻ്റെ സ്പന്ദനങ്ങളാണ്, തെളിവുകളാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നോക്കൂ, ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം അസ്തമിച്ചു, ഇതിന് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ടാണ് ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ജീവിതം ക്ഷണികമാണ്, നശ്വരമാണ്. നളിനീ ദളഗത ജലമതി തരളം തദ്വത് ജീവിതം അതിശേഷഫലം വിദ്ധിവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോക പഞ്ചസമസ്തം. അനിത്യമസുഖം ലോകം, ഭഗവാന്റെ വാക്കാണ്. അനിത്യമസുഖം ലോകം ഇവം പ്രാപ്യ ഭജസ്വമാം. എന്ത് വേണം? ഇവിടെ ദുഃഖം മാത്രമല്ല, സുഖവുമുണ്ട്. പക്ഷെ സുഖം വിഷയങ്ങളിലല്ല, വിഷയിയിലാണ്. നമ്മിലാണ് സുഖം ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നാം ആത്മസ്വരൂപികളാണ്. സുഖം നമ്മുടെ ജന്മാവകാശമാണ്. നമ്മിലാണ് സുഖം ഇരിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയണം. അതിനാണ് ഈ തത്വശ്രവണം നടക്കേണ്ടത്. തത്വശ്രവണം നടന്നാൽ കഥ കേൾക്കലല്ല. മൃത്യുഗ്രസ്തനായി കിടക്കുന്ന പരീക്ഷിത്ത് രാജാവിനോടാണ് ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്നത്. കഥ പറയുകയായിരുന്നില്ല. അത് ഒടുവിൽ ചോദിച്ചു പരീക്ഷിത്ത് മഹാരാജാവ്. പലരും ഇവിടെ അത് ഉദ്ധരിച്ചിട്ടുണ്ടാകും. എങ്കിലും ആ ഉദ്ധരണം തെറ്റല്ല എന്ന് തോന്നുന്നത് കൊണ്ട് വീണ്ടും ഉദ്ധരിക്കുകയാണ്. ആചാര്യസ്വാമികൾ അത് അനുവദിച്ചിട്ടുമുണ്ട്. പൗനരുക്തം ന ചോദനീയം എന്നാണ്. പൗനരുക്തം വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ, ആധ്യാത്മിക സംവാദത്തിൽ ആവശ്യമാണ് എന്ന് പറയാണ്. കഥായി മാസ്തേ കഥിതാ മഹീയസം പിതായ ലോകേഷു യശ പരേയുഷം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭൂ വജോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. രാജാവേ, പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ്. പരീക്ഷിത് മഹാരാജാവ് ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മരണം അടുത്ത ആൾ ചെയ്യേണ്ടത് എന്താണ്? മരണം അടുത്ത ആൾ എന്ത് ജപിക്കണം? മരണം അടുത്ത ആൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? മരണം അടുത്ത ആൾ എന്ത് ചെയ്യണം? എന്തൊക്കെയാ ചോദിച്ചത്. ആ ചോദിച്ച ആളോട് അവസാനം പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു, ഈ കഥകളൊക്കെ കേട്ടില്ലേ, ഈ കഥയൊക്കെ തള്ളി കഥയുടെ പിന്നിലുള്ള തത്വം ഉൾക്കൊള്ളാൻ അങ്ങ് ശ്രമിക്കണം എന്ന് പരീക്ഷിത്ത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി ആവശ്യപ്പെട്ടു. നേരത്തെ ഇവിടെ രാവിലെ സംസാരിച്ച ശ്രീമാൻ ഭാസ്കരൻ നായർ അത് സൂചിപ്പിച്ചു. പല കാര്യങ്ങളും മഹാബലിയുടെ കഥയൊക്കെ അതിന് ഉദാഹരണമാണ്. ആ കഥയിൽ നാം പഠിക്കേണ്ട അഹങ്കാര ദർപ്പമാണ്. അഹങ്കാരത്തെയാണ് ത്യജിക്കേണ്ടത്. അതുപോലെ തന്നെ കാളിയ മർദ്ദനം, നമ്മിലുള്ള അഹങ്കാരമാണ് കാളിയൻ. പാലാഴി മഥനം, നമ്മിലുള്ള മനസ്സിനെ കടയലാണ്, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പാലാഴി മഥനം. ഇങ്ങനെ നോക്കിയാൽ ഭാഗവതത്തിലെ കഥകൾ മുഴുവൻ നമ്മളെ തന്നെ ഒരു വിമർശനാത്മകമായ ആത്മവിശകലനമാക്കി മാറ്റാൻ കഴിയും. ശ്രവണമനന നിധിധ്യാസങ്ങളാണ് പാലാഴി മഥനം എന്ന ലീല. ഭാഗവത കഥകൾ മുഴുവൻ ഉപനിഷത്തുക്കളുടെ കഥാരൂപത്തിലുള്ള പ്രഖ്യാപനമാണ്.
അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. പൂജ്യ സ്വാമിജി ഭാഗവതത്തെ പറ്റി എഴുതിയ 6-7 ഗ്രന്ഥങ്ങൾ നിങ്ങൾക്കറിയാം. അവയൊക്കെ അതേപ്പറ്റിയൊക്കെ നിങ്ങൾ ദിവസേന കേൾക്കാറുണ്ട്, ഇവിടെയൊക്കെ കിട്ടുന്നതാണ്. അതിലൊക്കെ തത്വങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. തത്വങ്ങൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഭാഗവത ശ്രവണം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തത്വങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. രജോ ഗുണത്തെ കംസനെ രജോ ഗുണത്തിന്റെ പ്രതീകമായിട്ടാണ് ഗണിച്ചിട്ടുള്ളത്. ഈ അർത്ഥധാര പുത്രേഷണങ്ങളൊക്കെ ശിശുപാലനും ദന്തഭക്തനും ഒക്കെ അർത്ഥധാര പുത്രേഷണങ്ങളാണ്. ഇവയൊക്കെ നമ്മളെ ബന്ധിക്കുന്നു എന്ന് പറയാണ്. ഇവിടെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു കാര്യം പറഞ്ഞു, സ്ത്രീ പ്രസംഗ ഏതാതിർ സർവത്രൈവ ഭയാവഹ അഭീശ്വരാണം കിമുത ഗ്രാമ്യസ്യ ഗൃഹചേതസഃ. അഭീശ്വരാണം കിമുത ഗ്രാമ്യസ്യ ഗൃഹചേതസഃ. ഈശ്വരന്മാരെ പോലും അത് ബന്ധിപ്പിക്കുമെങ്കിൽ മനുഷ്യർ എത്ര കരുതിയിരിക്കണം എന്ന് പറയാ. കരുതിയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധാപൂർവം. മരണത്തെ നാം ഭയപ്പെടണമെന്ന് ഒരു ശാസ്ത്രവും പറയുന്നില്ല. മരണത്തെ ഭയപ്പെടേണ്ടതില്ല, ജീവിതത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അന്ധകാലേ നാരായണസ്മൃതി ഉണ്ടാകാൻ ജീവിതം മുഴുവൻ ശ്രമിക്കണം. ജീവിതം മുഴുവൻ. എൻ്റെ പൂജ്യ ഗുരുദേവൻ സ്വാമി ജന്മയാനന്ദജി പറയും, അരമണിക്കൂർ ധ്യാനിക്കണമെങ്കിൽ യാതൊരു ബാഹ്യമായ നമുക്ക് ഇടപെടലും ഇല്ലാതെ ഈ ഭഗവാനെ അല്ലെങ്കിൽ നമുക്ക് ശാന്തമായ മനസ്സിനെ നിർത്താൻ കഴിയണമെങ്കിൽ ബാക്കി 23 മണിക്കൂറും അതിനുള്ള ജാഗരൂകമായി 23 മണിക്കൂറും ചെലവഴിക്കണം, കരുതിയിരിക്കണം എന്ന്, എങ്കിലേ സാധിക്കൂ. അതുപോലെ അന്തേ നാരായണ സ്മൃതി, ഒടുവിൽ ഭഗവത് സ്മൃതി ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ഭഗവത് സ്മൃതി ഉണ്ടാവണം. ഏത് ചെയ്യുന്നതും എന്ത് ചെയ്യുമ്പോഴും ഇത് ഭഗവത് പൂജയാണ്. ഇത് ഭഗവാന്റെ ആ ഒരു ഭഗവത് അനുഗ്രഹമായി, ഭഗവത് അനുഗ്രഹത്തിനായിട്ടായിരിക്കണം തൻ്റെ പ്രവർത്തനം എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ഈ അവതാരങ്ങളിലൂടെ ഭാഗവത കഥകളിലൂടെയൊക്കെ നമുക്ക് സാധിക്കേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാത്രിയാണ് ജനിക്കുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രനോ നട്ടുച്ച സമയത്ത്, ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ എന്നാണ്. ഭഗവാനോ, ശ്രീകൃഷ്ണ ഭഗവാനോ അർദ്ധരാത്രി, ആരും അറിയുന്നില്ല. എല്ലാവരും ഗാഠനിദ്രയിൽ. ഒരാളെയും അറിയിക്കാതെയാണ് ഭഗവാന്റെ അവതാരം. ശ്രീകൃഷ്ണാവതാരം ആഘോഷിക്കാനുള്ളതല്ല, ധ്യാനിക്കാനുള്ളതാണ്. ശ്രീരാമ ഭഗവാന്റെ അഭിഷേക അവതാരം ആഘോഷിക്കണം. അയോധ്യയിൽ എല്ലാം കൊണ്ടും ആഘോഷമായിരുന്നു. കാരണം എത്രയോ 10,000 വർഷങ്ങളായി കുട്ടികൾ ജനിക്കാത്ത രാജവംശത്തിൽ 4 കുട്ടികളല്ല, ആദ്യത്തെ ഭഗവാൻ ജനിക്കുമ്പോൾ ഭഗവാൻ മാത്രമാണ് ജനിക്കുന്നത്. രാമനവമി ഇല്ലേ, പിന്നീട് അതിന്റെ പിറ്റേസമായിട്ടാണ് ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനൊക്കെ ജനിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അവതാരം പകലാണെങ്കിൽ ശ്രീകൃഷ്ണാവതാരം അർദ്ധരാത്രിക്കാണ്. നിശീതേ തമോത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ എന്നാണ്. അവിടെയും ഒരു സൂചനയുണ്ട്. ജനാർദ്ദനൻ എന്താണ് അർത്ഥം? ജനങ്ങളോട് ആർദ്രതയും കാരുണ്യവും ദയയും ഉള്ളവൻ എന്നൊക്കെ ഒരർത്ഥമുണ്ട്. ജനങ്ങളോട് ആർദ്രത, കാരുണ്യം, ദയ, സ്നേഹം ഒക്കെ ഉള്ളവൻ എന്നൊരർത്ഥമുണ്ട്. മറ്റൊരർത്ഥവും ഈ 2 പദത്തിനുണ്ട്. ജനം എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. ആർദ്ദനം ചെയ്യാന്ന് പറഞ്ഞാൽ ജനാർദ്ദനൻ എന്നല്ല, ആർദ്ദനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവനാണ് കൃഷ്ണൻ. അജ്ഞാന നാശനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മലക്ഷ്യം. അജ്ഞാന നാശനം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിത ലക്ഷ്യമോ മനുഷ്യന് ജീവിതത്തിൽ ധർമാചരണത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ നേരിടാമെന്നും അവയെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നും തെളിയിക്കലാണ്. ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ കഴിയും ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഭഗവാൻ കൃഷ്ണനും വ്യത്യസ്തമല്ല, രണ്ടും ഒന്നു തന്നെയാണ്. ഈശ്വരനിൽ ഭേദബുദ്ധി ഉണ്ടാകരുത് എന്ന് ദക്ഷയാഗം കഥയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. 2 ദിവസം മുമ്പേ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞതാണ് ദക്ഷയാഗം കഥ. ഈശ്വരനിൽ ഭേദബുദ്ധി പാടില്ല. ഒരു ഈശ്വരനേ ഉള്ളൂ, ഒരു ഈശ്വരൻ മാത്രം. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. ഇതൊരിക്കലും മറക്കരുത്. നമ്മുടെ സനാതന ധർമ്മത്തിന് വന്ന കോട്ടം ഇതാണ്. ഒക്കെ വ്യത്യസ്തമാണെന്ന് ധരിച്ചുപോയി.
നാനാത്വം നമ്മെ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയുന്നത്. നാനാത്വ ബുദ്ധി നമ്മെ കഠോപനിഷത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നാനാത്വ ബുദ്ധി നമ്മെ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതായത് സംസാര ചക്രത്തിൽ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം. നാനാത്വ ബുദ്ധി പാടില്ല. ഏകത്വ ബുദ്ധി, ഏകത്വ ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഏകാന്ത ഭക്തി ഉണ്ടാകണം. സർവേശ്വരനിൽ പരമപ്രേമം ഉണ്ടാകണം. എന്തിനു വേണ്ടി? ഒന്നിനും വേണ്ടിയല്ല. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജമ്യഹം നിത്യം പൂയേയത്യഗ്രരേണുഭീന. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങൾ അമൃതനിഷ്യന്തിയാണ്. അമൃതനിഷ്യന്തിയാണ്. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനോസമ്യത് സമതിർ വിചരസ്വഗാം. ഉദ്ധവരോട് ഭഗവാൻ പറയാണ്, ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. എല്ലാം ഉപേക്ഷിക്കാൻ, സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്നേഹം ഒക്കെ ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവരോടാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിച്ചോളാൻ. മയ്യാവേശ്യ മനോസമ്യക് സമദൃക്കായിക്കൊണ്ട് വിചരസ്വഗാം. ഭൂമിയിൽ ബദര്യാശ്രമത്തിലേക്ക് അയക്കുന്നു ഭഗവാൻ ഉദ്ധവരെ. തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപേ, തൻ്റെ കുലം മുടിയുന്നതിന് മുൻപേ ഉദ്ധവരെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഉദ്ധവർ പറഞ്ഞു, ഭഗവാനെ സഹിക്കൽ എനിക്ക് അങ്ങനെ വിട്ടുപിരിയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ, എന്നെയും കൊണ്ടുപോകണം കൂടെ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. സർവശാസ്ത്ര വിശാരദനായിരുന്നു ഭഗവാന്റെ. ഇതൊക്കെ ആധിഭൗതികമായ ചില തടസ്സങ്ങളാണ്. നമുക്ക് അത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഏതായാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ജീവിതം നമുക്ക്, ജീവിതത്തിലുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ നമുക്ക് ഈ ത്യക്വാ കർമ്മഫലാസംഗം നിത്യനൃപ്തോ നിരാശ്രയ കർമ്മണ്യഭി പ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. പലയിടത്തും ഭഗവാൻ ആവശ്യപ്പെടുന്നുണ്ട് സംഘം ഉപേക്ഷിക്കാൻ, അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കാൻ, കർമ്മബന്ധം ഇല്ലാതെ ആവാൻ അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കുക, അതായത് സംഘം ഒഴിവാക്കുക വേണ്ടു. ധനം ആർജിക്കണ്ട എന്ന് നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നില്ല. ധനം നേരത്തെ പറഞ്ഞു, ഗൃഹസ്ഥന്റെ ധർമ്മം ധനാർജനമാണ്. കാരണം ഗൃഹസ്ഥൻ വേണം മറ്റു 3 ആശ്രമത്തിലുള്ളവരെയും രക്ഷിക്കാൻ. പക്ഷേ ധനം ആർജിക്കലല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്ഥോ അർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മേകാന്തസ്യ കാമോ ലാഭായ സ്മൃതഃ എന്ന് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ തന്നെ സൂതൻ ശൗനകാദികളോട് പറയുന്നുണ്ട്, ജീവിതത്തിന്റെ ലക്ഷ്യം ധർമ്മം ആചരിക്കൽ ധനാർജനത്തിനല്ല, കൈവല്യപ്രാപ്തിക്ക് വേണ്ടിയാണ്. ധനാർജനം കൈവല്യപ്രാപ്തിക്ക് വേണ്ടിയാണ്. പലരും വിചാരിക്കും ധർമ്മത്തിലൂടെ ധനം സ്വരൂപിക്കല്ലേ വേണ്ടി. അല്ല, ധനം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവീക ഗുണങ്ങളാണ് ധനം. നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ ദരിദ്രനാണ്, ഉള്ളത് കൊണ്ട് സംതൃപ്തി ഇല്ലാത്തവൻ, അനുഭവിക്കാത്തവൻ, എന്നും പോരാ എന്ന് വിചാരിക്കുന്നവൻ ദരിദ്രനാണ്. എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ചെലവ് ചെയ്യാനും ധൈര്യം വേണം. ധാർമ്മികമായ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാൻ ധൈര്യമുള്ളവനെയാണ് ധീരൻ എന്ന് പറയേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞു, പൂജ്യ സ്വാമിജി പറഞ്ഞു, ഒരു വലിയ ചെമ്പ് കാതം, അതിനൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുന്നവർ, കഴിവുള്ളവർ അതിന് ചെയ്യണം. അതാണ് ധീരത. ധീരൻ എന്നുള്ളതിന് ധീരോ വിവേകി എന്നാ പറയാ. വിവേകമുള്ളവനെയാണ് ധീരൻ എന്ന് ആധ്യാത്മിക ശാസ്ത്രം പറയുക. അത് നമ്മുടെ ധനം ശരിക്കും സൽപാത്രങ്ങളിൽ, സത്കാര്യങ്ങൾക്ക്, ധാർമ്മികമായ കാര്യങ്ങൾക്ക്, ഇതുപോലെയുള്ള മനുഷ്യർക്ക് മുഴുവൻ സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഈ ഭാഗവത തത്വപ്രചരണങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മറ്റും ധനം വ്യയം ചെയ്യുന്നത് തീർത്തും ഉചിതമായ ഒരു ഈശ്വര കാര്യമാണ്, ഈശ്വര പൂജയാണ്. അതിന് സാധിക്കണം. അതിനും ധീരന്മാർക്കേ കഴിയൂ, മറ്റുള്ളവർക്ക് കഴിയില്ല. എന്തു വന്നാലും അതിനുവേണ്ടി അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഇവിടെയുള്ള എല്ലാവരും
അതിനൊക്കെ ഒരുങ്ങിയവരാണ്, ഭാഗ്യവാന്മാരാണ്, ഭാഗവത പ്രേമികളാണ്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ കഴിയൂ, ഇവിടെ ഇരിക്കാൻ കഴിയൂ, ഇവിടെ കേൾക്കാൻ കഴിയൂ. പൂർവജന്മ സുഹൃതം ജന്മാന്തര ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേൽ എന്നാ പറയാ. ജന്മാന്തര ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമേ ഭാഗവത ശ്രവണം പോലും സാധിക്കുകയുള്ളൂ എന്ന് ഭാഗവതത്തിൽ തന്നെ പ്രഖ്യാപനമുണ്ട്. അപ്പോൾ അത് വേണ്ടതുപോലെ ഉൾക്കൊണ്ട് അതിലെ തത്വം ഗ്രഹിച്ച് അത് ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി നൽകാൻ സാധിക്കണം. ശ്രീരാമചരിതം അവസാനിപ്പിക്കുന്നിടത്ത് രാമായണത്തിൽ ഭാഗവതത്തിൽ പറയുകയാണ്, പുരുഷോ രാമചരിതം ശ്രവണീരുപധാരയൻ അനുശാസ്യ പരോ രാജൻ കർമ്മബന്ധൈർ വിമുച്യതേ. പുരുഷോ രാമചരിതം ശ്രവണൈരുപധാരയൻ അനുശാസ്യ പരോ രാജൻ കർമ്മബന്ധൈർ വിമുച്യതേ. ശ്രീരാമചരിതം ശ്രവണമനന ധ്യാന വിചിന്തനങ്ങളിലൂടെ സ്വജീവിതത്തിൽ അനുഷ്ഠിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരാകും. ഇതാണ് രാമചരിതം. ശ്രീരാമചന്ദ്രന്റെ ജീവചരിത്രം. ചിത്തം തെളിയലാണ് രാമായണ ശ്രവണഫലം എന്ന് ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും എന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ ഒടുവിലുള്ള വരി ഈ ഘട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. അപ്പോൾ രാമായണ ശ്രവണഫലം ചിത്തം തെളിയലാണ്. ചിത്തം തെളിയാൻ നമുക്ക് ഈ കഥകളൊക്കെ നമ്മുടെ ഹൃദയം മനസ്സ് ശുദ്ധമാകാൻ ഈ കഥാശ്രവണം, ഈ തത്വശ്രവണം നമുക്ക് പ്രേരണ നൽകട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ 1.5 മണിക്കൂറാണ്, 1.25 മണിക്കൂറേ തന്നിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു തീർക്കാമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയമല്ല. 1:30 തുടങ്ങിയത്. ഈ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമചന്ദ്രന്റെയും രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്തുക എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം രണ്ടുപേരും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത അത്ഭുത പുരുഷന്മാരാണെന്ന് പറയാം, അത്ഭുത അവതാരങ്ങളാണ്. പക്ഷേ രണ്ടുപേരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ യുഗസൃഷ്ടാവാണ് ഭഗവാനെങ്കിൽ, ശ്രീകൃഷ്ണ ഭഗവാനെങ്കിൽ യുഗസൃഷ്ടിയാണ് ശ്രീരാമചന്ദ്രൻ. യുഗസൃഷ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച പരിമിതത്വമൊന്നുമില്ല. ഭഗവാൻ ധർമ്മത്തിൽ നണുപോലും വ്യതിചലിക്കില്ല എന്ന് മാത്രം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. അതേസമയം ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നേരത്തെ പറഞ്ഞു, ഒന്ന് പ്രതിജ്ഞ പാലിക്കാൻ, ഭക്തന്റെ പ്രതിജ്ഞ പാലിക്കാൻ തന്റെ പ്രതിജ്ഞ വിട്ടു. മാത്രമോ ധർമ്മപുത്രരെ ഒടുവിൽ ഉപദേശിച്ച് ധർമ്മപുത്രർക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിന് വിഷമുണ്ടായത്. ജ്യേഷ്ഠനെ കൊന്നുപോയി തോന്നി, യുദ്ധം വേണ്ടിയിരുന്ന സ്വജന ബന്ധുക്കളെയൊക്കെ കൊന്നു, സങ്കടം തോന്നി. ധർമ്മപുത്രരെ ഭഗവാൻ ആശ്വസിപ്പിച്ച് അശ്വമേധാദി യാഗങ്ങളും മറ്റു പലതും ജയിച്ചു, ആശ്വസിപ്പിച്ചു നോക്കി. എന്തായിട്ടും ആശ്വാസം ഉണ്ടായില്ല എന്നാണ്. വേണ്ട, രാജ്യം 36 കൊല്ലം ഭരിക്കാനുള്ള ഇതുള്ള സമയവും കൂടിയുള്ളൂ. ഗാന്ധാരി ദേവിയുടെ ഒരു ശാപമുണ്ട്, 36 വർഷം കഴിഞ്ഞാൽ മുടിഞ്ഞു പോകണമെന്ന്. അത് ഭഗവാൻ ഏറ്റുവാങ്ങി. ആ അമ്മയുടെ ശാപം, ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം എന്തെല്ലാം മന്ദഹാസം, ജീവിതം മുഴുവൻ മന്ദഹാസം ഒരിക്കലും വിടാത്ത ഒരു അത്ഭുത അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. എപ്പോഴും മന്ദഹാസം, ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ദഹാസം നമുക്ക് ജീവിതത്തിൽ എന്നും സൂക്ഷിക്കാൻ കഴിയണം. നിങ്ങൾക്കൊക്കെ അത് പ്രേമമായിരിക്കും, ആകർഷകമായിരിക്കും, മനോഹാരിത പകരും എന്നുള്ളതിൽ എനിക്ക് അശേഷം സംശയമില്ല. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയ്യൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതിമന്തും വസിച്ചും തെക്കത്തിൽ പീരിചൂടിത്തിരുമുണ്ട് നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ദിവ്യ വിഗ്രഹം, ദിവ്യരൂപം, ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും
ഉണ്ടാകട്ടെ. അതിന് നമ്മുടെ ശാസ്ത്ര പഠനം സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഓരോ വർഷം കഴിയും തോറും ഭാഗവതം നിങ്ങളിലേക്ക്, നിങ്ങൾ കേട്ടാൽ പോരാ, ഭാഗവതം നിങ്ങളിലേക്ക് സന്നിവേശിക്കണം. നമ്മിലേക്ക് ഭാഗവതത്തിലെ ഉപദേശങ്ങളൊക്കെ നമ്മിലേക്ക് ഇറങ്ങണം. ഒരു ചെവിയിൽ കൂടെ ആയിട്ട് ഈ ചെവിയിൽ കൂടെ പോകരുത്. ഒരു ചെവിയിൽ കൂടെ ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങണം. അതിന് പ്രേരകമാകാൻ ഈ ഭാഗവത സത്രം ഉപകരിക്കും, യാതൊരു സംശയവുമില്ല. മഹാഭാഗ്യവാന്മാരായ നിങ്ങളുടെയൊക്കെ ശ്രദ്ധാലുക്കളായ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ഭഗവാനെയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സ്മരണ നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരവസരം തന്ന ഈ സത്രഭാരവാഹികളെ ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള എൻ്റെ കൃതജ്ഞതയും ധന്യവാദവും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.